മലയാളികൾക്കിടയിൽ പണ്ടുമുതലേ നിലനിൽക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് ആൺപൂയം അമൃത് ഊട്ടും എന്നത്. ഈ ചൊല്ലിൻ പിന്നിലെ രഹസ്യവും അർത്ഥവും പ്രധാനമായും ജ്യോതിഷപരവും സാമൂഹികവുമായ ചില വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ നമുക്കൊന്നു നോക്കാം. ജ്യോതിഷമനുസരിച്ച് 27 നക്ഷത്രങ്ങളിൽ വച്ച് ഏറ്റവും ശുഭകരമായ നക്ഷത്രങ്ങളിൽ ഒന്നാണ് പൂയം. നക്ഷത്രങ്ങളുടെ രാജാവ് എന്നാണ് ഈ നാൾ അറിയപ്പെടുന്നത്. ഇതിന്റെ ദേവത ദേവഗുരുവായ ബൃഹസ്പതി അഥവാ വ്യാഴമാണ്. വ്യാഴം ഭാഗ്യത്തിന്റെയും അറിവിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായതിനാൽ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആൺകുട്ടികൾ കുടുംബത്തിന് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പൂയം നക്ഷത്രക്കാർ പൊതുവെ മാതൃഭക്തിയുള്ളവരായിരിക്കും എന്നാണ് വിശ്വാസം. താൻ സമ്പാദിക്കുന്നതൊക്കെയും അമ്മയ്ക്ക് നൽകുന്നവനും അമ്മയെ പൊന്നുപോലെ നോക്കുന്നവനുമായിരിക്കും പൂയം നക്ഷത്രക്കാരനായ മകൻ. അമൃത് ഊട്ടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാർദ്ധക്യകാലത്ത് മാതാപിതാക്കളെ അങ്ങേയറ്റം സ്നേഹത്തോടെയും കരുതലോടെയും സംരക്ഷിക്കും എന്നതാണ്. പൂയം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ ഉള്ള വീടുകളിൽ പട്ടിണി ഉണ്ടാവില്ലെന്നും അവർ ഭക്ഷണകാര്യത്തിൽ താൽപ്പര്യമുള്ളവരും മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകാൻ മടിക്കാത്തവരും ആയിരിക്കും എന്നും കരുതപ്പെടുന്നു. ലക്ഷ്മീദേവിയുടെ അനുഗ്രഹമുള്ള നക്ഷത്രമായതിനാൽ കുടുംബത്തിൽ എപ്പോഴും സമൃദ്ധി നിലനിൽക്കും. സംസ്കൃതത്തിൽ പൂയം നക്ഷത്രത്തിന് പുഷ്യ നക്ഷത്രം എന്ന് പറയും. പുഷ്യ എന്ന വാക്കിന്റെ അർത്ഥം പോഷിപ്പിക്കുന്നതെന്നാണ്. കുടുംബത്തെ മുഴുവൻ സാമ്പത്തികമായും മാനസികമായും താങ്ങി നിർത്താൻ ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് കഴിയുമെന്നാണ് വിശ്വാസം. പൂയം നക്ഷത്രത്തിന്റെ അധിപൻ ശനിയാണ്. ശനി കഠിനാധ്വാനത്തിന്റെയും അച്ചടക്കത്തിന്റെയും പ്രതീകമാണ്. അതേസമയം ഇതിന്റെ ദേവത വ്യാഴവുമാണ്. കഠിനാധ്വാനം ചെയ്യാനുള്ള ശനിയുടെ ഗുണവും പക്വതയോടെ കാര്യങ്ങൾ നീക്കാനുള്ള വ്യാഴത്തിന്റെ ബുദ്ധിയും ഒത്തുചേരുന്നതുകൊണ്ട് ഈ ആൺകുട്ടികൾ വീടിന്റെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പ്രാപ്തിയുള്ളവരായി മാറുന്നു. ഏത് പ്രതിസന്ധിയിലും പതറാതെ ചിന്തിക്കാനുള്ള ശാന്തമായ ചിന്താശൈലിയും കുടുംബബന്ധങ്ങൾ ഉറപ്പിച്ചു നിർത്താനും എല്ലാവരെയും ചേർത്തുപിടിക്കാനും സഹായിക്കുന്ന വൈദഗ്ധ്യവും ഇവർക്കുണ്ട്. കേൾക്കുന്നവർക്ക് സമാധാനം നൽകുന്ന ആശ്വാസം നൽകുന്ന സംസാരശൈലിയും ചുമതലകൾ ഏറ്റെടുക്കുന്നതിൽ ഒരിക്കലും പിന്നോട്ട് പോകാത്ത ഉത്തരവാദിത്തബോധവും ഇവരുടെ മുഖമുദ്രയാണ്. അതുകൊണ്ടാണ് പഴമക്കാർ പറഞ്ഞത്, ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൺമക്കൾ കുടുംബത്തിന് അമൃതം ഊട്ടുന്നവരാണ് എന്ന്. ആൺപൂയം നക്ഷത്രജാതകർ സാധാരണയായി നല്ല ഭർത്താക്കന്മാരായി മാറും. മാതാപിതാക്കൾക്ക് വലിയൊരു ആശ്രയമായിരിക്കും ഇവർ. രാമായണത്തിൽ ഭരതൻ ജനിച്ചത് പൂയം നക്ഷത്രത്തിലാണ്. രാജ്യം ഭരിക്കാൻ അവസരം ലഭിച്ചിട്ടും അത് നിരസിച്ച് ജ്യേഷ്ഠന്റെ പാദുകങ്ങൾ സിംഹാസനത്തിൽ വെച്ച് ഒരു സന്യാസിയെപ്പോലെ ജീവിച്ച് രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിച്ച ഭരതന്റെ ത്യാഗവും സ്നേഹവുമാണ് ഒരു ആൺപൂയത്തിന്റെ ഉത്തമ മാതൃകയായി കണക്കാക്കപ്പെടുന്നത്. ചിലപ്പോൾ അമിതമായ സഹിഷ്ണുത കാരണം ഇവർ സ്വന്തം കാര്യങ്ങൾ ഉള്ളിലൊതുക്കി വെക്കാറുണ്ട്. മറ്റുള്ളവർക്ക് നിങ്ങൾ അമൃത് നൽകുമ്പോൾ സ്വന്തം മനസ്സിനും അമൃത് നൽകാൻ അഥവാ സ്വയം സ്നേഹിക്കാൻ നിങ്ങൾ മറക്കരുത്.